നാട്ടുരാജ്യത്തിൻ്റെ പെരുമ ഒരു ഗ്രാമത്തിൻ്റെ നാമധേയമായ ചരിത്രമാണ് ആലങ്ങാടിൻ്റേത്. പലതരം വിളകൾ നിലനിന്നിരുന്നു എങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭൂപ്രദേശത്തിൻ്റെ പകുതിയോളം നെൽകൃഷിക്കായി മാറ്റിവെച്ച നാടായിരുന്നു ആലങ്ങാടെന്നത് ചരിത്രം. തിരുവാലൂർ ആയിരുന്നു ആലങ്ങാട്ടെ ഏറ്റവും വിസ്തൃതമായ പാടശേഖരം. വടക്ക് മാളികം പീടിക വഴി വെളിയത്തുനാട്ടിലേക്കും കിഴക്ക് കടുങ്ങല്ലൂരിലേക്കും തെക്ക് പാനായിക്കുളത്തേക്കും അതിൻ്റെ അതിരുകൾ നീണ്ടുകിടന്നു. പെരിയാറിന്റെ തീരം ചേർന്നു നിന്ന മേത്താനത്തെ നെൽപ്പാടങ്ങൾ ദൂരെ പാനായിക്കുളത്തിന്റെ പല പ്രദേശങ്ങളിലായാണ് അവസാനിച്ചിരുന്നത്. ചിറയം പള്ളത്തുനാട് പ്രദേശത്തെ കൃഷിഭൂമി പെരിയാറിന്റെ ചെറിയ കൈവഴിക്കൊപ്പം കൊങ്ങോർപ്പള്ളി വരെ എത്തി നിൽക്കുന്ന കാഴ്ച പഴയ ഭൂപടത്തിലുണ്ട്. പഞ്ചായത്തിന്റെ മധ്യഭാഗത്തായി ജലലഭ്യതയില്ലാത്ത കൊടുവഴങ്ങ കുന്നേൽ പ്രദേശങ്ങളിൽ കനാൽ വഴി എത്തുന്ന വെള്ളം വഴിതിരിച്ചുവിട്ടാണ് വിപുലമായ കൃഷിയിടം നിലനിർത്തിയിരുന്നത്. തത്തപ്പിള്ളിപ്പുഴയുടെ കൈവഴികൾ നീറിക്കോട്, കരിങ്ങാന്തുരുത്ത്, മാലോത്ത്, ചെങ്കോത്തുകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ നെൽപ്പാടങ്ങൾക്ക് ജലം എത്തിച്ചു നൽകി. ഒളനാട്ടിലെ ഭൂപ്രകൃതിയിൽ വേറിട്ടു നിന്ന ചേരപ്പാടം ഒരു കാലത്ത് കോട്ടുവള്ളി പഞ്ചായത്തിന്റെ അതിരുകളോളം നീണ്ട പാടങ്ങളായിരുന്നു. ഒളനാട്ടിൽ തന്നെ തിരുമുപ്പം കുളത്തിന് എതിർവശത്തായി പഴയ രാജപാതയോട് ചേർന്നു നിന്ന നെൽപ്പാടങ്ങൾ പരപ്പ് വഴി വരാപ്പുഴ പഞ്ചായത്തിന്റെ അതിർത്തിയോളം എത്തി നിൽക്കുന്നതാണ് പഴയ കാഴ്ചകൾ. ആറ് പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്താത്ത പല നെൽപ്പാടങ്ങളും ആലങ്ങാട് നിലവിലുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ ഇന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാറിക്കഴിഞ്ഞു. മറ്റു കൃഷിയിടങ്ങളായും പുരയിടങ്ങളായും മാറിയതിൽ ബാക്കി ചില പ്രദേശങ്ങൾ മാത്രം പഴയ കൊയ്ത്തുപാട്ടിൻ്റെ ഓർമ്മകളുമായി ഇന്നും ശാപമോക്ഷം കാത്തുകിടക്കുന്നു. വേഗത്തിന്റെ ലോകത്ത് സമയം നിശ്ചലമാകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഓർമ്മകൾ ജനിക്കുന്നു. പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത സുവർണ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരിടം. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന്. വിജയാസ് ഫ്യൂച്ചി കളർ ലാബ്, മെയിൻ റോഡ്, നോർത്ത് പരവൂർ.